ഇങ്ങനെ തിളച്ചു മറിയുന്ന എണ്ണയിൽ വറുത്തെടുക്കുന്ന ഉപ്പേരിക്ക് പിന്നിൽ ഒരു പൊതുപ്രവർത്തകയുടെ കയ്യൊപ്പുണ്ട്. ആ പൊതുപ്രവർത്തക മറ്റാരുമല്ല, NCPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണും കൂടിയായിട്ടുള്ള ലതിക സുഭാഷാണ്. ഇപ്പോൾ ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ലതിക ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി, ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനിടയായ കാരണം എന്താണ്? അങ്ങനെ ഇറങ്ങിത്തിരിക്കലൊന്നും അല്ല. ഞാനിതൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയും അച്ഛനും അവസാന കാലത്ത് ഇവിടെ തറവാട് ഏറ്റുമാനൂരാണെങ്കിലും ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം അമ്മയൊക്കെ ഈ ചക്കയൊക്കെ കിട്ടുമ്പോൾ ചക്ക വറുത്തത്, ഏത്തക്കായ നല്ലത് നമ്മുടെ പുരയിടത്തെല്ലാം ഒക്കെ ഉണ്ടാകുമ്പോൾ സ്ഥിരമായിട്ടുണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് അമ്മയുടെ ചിത്രം കൂടി ലതികാസ് കിച്ചണിൽ ലോഗോയിൽ ജിജോ ചേട്ടൻ, നമ്മുടെ ജിജോജി ആണ് ആ ലോഗോ തയ്യാറാക്കി തന്നത്. തീർച്ചയായിട്ടും എനിക്കത് വലിയൊരു സന്തോഷമായി. എൻ്റെ മകനൊരു ഫോട്ടോഗ്രാഫറാണ്. അവനിപ്പം 31 വയസ്സായി. അവന് 18 വയസ്സുള്ളപ്പം അവനൊരു എക്സിബിഷൻ നടത്തിയിരുന്നു കോട്ടയത്ത് ഫോട്ടോഗ്രാഫിയുടെ. അന്ന് അമ്മയെ മോഡലാക്കി എടുത്തൊരു ഫോട്ടോയത്. അതിലേക്ക് എൻ്റെ ചിത്രം കൂടെ ചേർത്ത് വെച്ച് ജിജോ ചേട്ടൻ അങ്ങനെ നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതും ഒരു നിമിത്തമായി മകനെടുത്ത ചിത്രം അമ്മയുടെ ലോഗോ ആക്കാൻ കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ വലിയ സന്തോഷമാണ്. തന്നെ പൊതുപ്രവർത്തനത്തിന് പണം എപ്പോഴും ആവശ്യമാണല്ലോ. ഞാൻ പത്രപ്രവർത്തകയും അതുപോലെ തന്നെ കുറേ കാലം അധ്യാപികയും പിന്നീട് ജില്ലാ കൗൺസിലിൽ 91 വന്നപ്പോൾ മുതൽ LIC ഏജൻ്റാണ്. പക്ഷെ ഞാനൊരു നല്ല ബിസിനസ്സുകാരിയല്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാനും എനിക്ക് അല്പം വൈക്ലഭ്യം ഉള്ളതുകൊണ്ട് വരവ് ഉണ്ടെങ്കിൽ പോലും എപ്പോഴും വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. പുരുഷനായ ഒരു പൊതുപ്രവർത്തകന് 1 രൂപ ചിലവാകുമ്പോൾ സ്ത്രീയായ ഒരു പൊതുപ്രവർത്തകയ്ക്ക് 5 രൂപ ചിലവ് വരും. ആ ചിലവൊക്കെ ഇനി പരിഹരിക്കാൻ വേണ്ടിയാണോ ഇപ്പം ഈ ലതികാസ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? അല്ല, പണം വലിയൊരു ഘടകം തന്നെയല്ലേ. നല്ല ബാധ്യതയുണ്ട്. ബാധ്യതയൊക്കെ നമുക്ക് ഈ കിച്ചൺസിലൂടെ എനിക്ക് വലിയ വിശ്വാസം, ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസത്തിന് കാരണമേ ഇപ്പം ഇത് വെളിച്ചെണ്ണയിലാണോ ഇഷ്യൂ? പൊതുവേ നമ്മുടെ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ മോനെ അവിടെ ബോട്ടിലിരിപ്പില്ലേ, ഒരു ബോട്ടിലിങ്ങനത്തെ ഈ വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഈ ആട്ടിയ വെളിച്ചെണ്ണ നോക്ക്, ഡിസ്പോസിബിൾ ബോട്ടിലാണ് ഞാൻ മേടിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ചവിട്ട് വരിയുന്ന അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്യാനിൽ വേണ്ട, ഡിസ്പോസിബിൾ ബോട്ടിൽ. ഇപ്പോൾ ഇന്ന് മേടിച്ച വെളിച്ചെണ്ണയത്. ഇന്നിത് ഇനിയിപ്പോൾ 2-3 പ്രാവശ്യം കൂടെ ചിലപ്പോൾ വറക്കും. കുറച്ച് നേരം കുറച്ച് വട്ട ഉപ്പേരി ഉണ്ടാക്കും, സാധാരണ ഉപ്പേരി. അത് കഴിഞ്ഞാൽ ഈ എണ്ണ മാറ്റി വയ്ക്കുന്നത് ആ ബോട്ടിലുകളിൽ കണ്ടോ, അത് ക്യാനിലേക്ക് മാറ്റിയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഇപ്പം ഇത്തരം എണ്ണകൾ തിരിച്ചെടുക്കും. നല്ല കറിവേപ്പിലുണ്ട്. ഈ കറിവേപ്പില എവിടെ നിന്ന് സംഘടിപ്പിക്കുന്ന? നമ്മുടെ പുരയിടത്തിൽ അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇവിടുത്തേത് കുറഞ്ഞു. അതാ ഞാൻ അന്നേരമേ ഉള്ളൂ പറിക്കുള്ളൂ. അതായത് ദിവസങ്ങൾക്ക് അന്നേരത്തെ ആവശ്യം. ഇപ്പം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചേച്ചി പറഞ്ഞു ഇവിടെ കുറേ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ആവശ്യത്തിന് മതി, ഒരു ദിവസം ഒരു പിടിയേ ഉള്ളൂ എനിക്ക് ആവശ്യമുള്ളൂ. കാരണം ഇത് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടതല്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കറിവേപ്പിലയ്ക്ക് ലതികാസ് കിച്ചന് കാത്തു നിൽക്കണ്ട ഒരു സ്ഥാനമില്ല. കറിവേപ്പില എനിക്കിഷ്ടമാണ്, പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് വിഷം തളിച്ച കറിവേപ്പിലയ്ക്ക് ഈ കിച്ചണിൽ സ്ഥാനമില്ല. ധൈര്യമായിട്ട് അതുകൊണ്ട് ആർക്കും ഈ കറിവേപ്പില ഉൾപ്പെടെ കഴിക്കാം. ടേസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു പേടിയും വേണ്ട. നോക്കി ഉപ്പും ഒക്കെ ഉണ്ടോന്ന്. പക്കയാണ്, ഉപ്പുണ്ട്, വെളിച്ചെണ്ണയിൽ വറുത്തതിൻ്റെ എല്ലാവിധ ടേസ്റ്റും ഉണ്ട്. എന്തായാലും ചേച്ചിയുടെ ഈ സംരംഭം മനോഹരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.